ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള കേരള യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി വിത്തുകളും തൈകളൊക്കെ മേടിക്കണം. അപ്പം ഞങ്ങൾ കൃഷി ചെയ്യുന്ന മിക്ക വിത്തുകളായാലും തൈകളായാലും എല്ലാം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള വിത്തുകളൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഉച്ചയ്ക്ക് 12 മണി വരെ ഉള്ളൂ വിൽപ്പന ടൈമൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാനും പപ്പയും കൂടെ ആയിട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ തൈകൾ വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. നല്ലൊരു ആംബിയൻസ് ആട്ടോ. കാര്യം ഈ നല്ലതുപോലെയാണ് ഈ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നത്. ചെടികളൊക്കെ നല്ല നല്ല ഭംഗിയിലൊക്കെ വെട്ടി അറേഞ്ച് ചെയ്ത് നമുക്കത് ചുമ്മാ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പം പ്ലാവിൻ്റെയും മാവിൻ്റെയും ഒക്കെ തൈകൾ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വില റേറ്റൊക്കെ നോർമൽ റേറ്റേ ഉള്ളൂ കേട്ടോ. കണ്ടോ അവിടെ കുറേ വഴുതനങ്ങയൊക്കെ നടുവാണ്. നല്ല നീളം വഴുതനങ്ങയും അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള വഴുതനങ്ങ, ഉണ്ട വഴുതനങ്ങ, അങ്ങനെ പല വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൈകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്, വന്ന് മേടിക്കാം. അപ്പോൾ പച്ചക്കറിയുടെ തൈകളാണ്. പക്ഷേ ഇന്ന് കുറച്ച് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് തൈകളൊക്കെ ഉള്ളൂ. വെണ്ടയുടെ തൈ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വഴുതനങ്ങ, പിന്നെ പയറിൻ്റെ തൈ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മുളക്, തക്കാളി, പിന്നെ ഇത് ഹൈബ്രിഡ് വെള്ളരിയാണേ. പിന്നെ വഴുതനങ്ങയുടെ തൈ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞത് ഈ ഹൈബ്രിഡ് വെള്ളരി നമുക്കൊന്ന് മേടിച്ച് നോക്കാമെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞു ചിലപ്പോൾ അതിന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പം കേടായിപ്പോയെന്ന് തീറ്റും, അതുകൊണ്ട് പിന്നെ വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. ഇവിടാണ് നമുക്ക് തൈകളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ പോയി പറഞ്ഞ് ബില്ലടിക്കണം കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് ഒത്തിരിയും തൈകളൊക്കെ. ഇത് സാലഡ് വെള്ളരിയുടെ തൈയാണേ. പക്ഷേ ഇത് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, കിഴിച്ചിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് മത്തൻ്റെ തൈയാണ്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ. എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി കാണും. നേരത്തെ ഇവിടെ ചെടികളൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമുക്ക് റേറ്റ് കുറച്ച് ചെടികളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ചെടികളൊക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വഴുതനങ്ങയുടെ തൈ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം വീട്ടിലെ തക്കാളി എല്ലാം അങ്ങ് കേടായിപ്പോയി. അപ്പം പുതുതായിട്ട് ഇനി നടണം. അതുകൊണ്ട് കുറച്ച് തക്കാളി തൈയും വഴുതനങ്ങയുടെ തൈയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാളരിപ്പയറാണ്, അതായത് ഇങ്ങനെ നീളത്തിലുള്ളൊരു പയറുണ്ട്, അതിൻ്റെ തൈയാണ് കേട്ടോ. ഇത് നമ്മുടെ പിഴിപുളി, നമ്മുടെ പുളിമരം, 150 രൂപയാണ് ഒരു തൈയുടെ വില കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ കറിവേപ്പിൻ്റെ തൈ ഉണ്ടായിരുന്നു, 20 രൂപ നിരക്കിലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കറിവേപ്പില ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല. ഇത് നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെയാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, എന്താ ഭംഗി ആ പച്ചപ്പൊക്കെ കാണാനായിട്ട്. അപ്പം നല്ല തൈകളാണ് അടയ്ക്കാമരത്തിൻ്റെ. പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മംഗള, അങ്ങനെ അടയ്ക്കയുടെ പല വെറൈറ്റീസ് ഓഫ് തൈകൾ അവിടെ കിട്ടും. ഇത് നമ്മുടെ ചെടിയാട്ടോ, ഇലച്ചെടി ഒക്കെ അവൈലബിൾ ആണ്. പുറത്തുനിന്നുള്ള ഗാർഡനിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി അഫോർഡബിൾ റേറ്റിൽ ഇവിടെ വന്ന് കിട്ടും. ഇത് നാരകത്തിൻ്റെ തൈകളാണ് കേട്ടോ, നാരങ്ങയുടെ. ഉണ്ട് ഈ ചെടിയൊക്കെ നമ്മൾ പുറത്തൊക്കെ 300 രൂപയ്ക്ക് മുകളിലാണ് വില, പക്ഷെ ഇവിടെ 150 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതുമല്ല അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുള്ള തൈകളാട്ടോ. ഇത് കറുവപ്പട്ടയുടെ തൈയാണ്, 20 രൂപ നിരക്കിലാണ് ഈ കറുവപ്പട്ടയുടെ തൈ. ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. ഇത് ഗ്രാമ്പൂവിൻ്റെ തൈ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഗ്രാമ്പൂവിൻ്റെ തൈ കാണുന്നത്. 25 രൂപ നിരക്കാണേ. ഇത് മംഗളയുടെ അടയ്ക്ക മരത്തിൻ്റെ 35 രൂപയുടെ, കുറച്ചും കൂടെ നല്ല വെറൈറ്റിയാണ്, അതുകൊണ്ടാണ് 35 രൂപ നിരക്കിൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതൊന്നും മേടിച്ചില്ല. കാര്യം ഞങ്ങൾ മാവും പ്ലാവും നോക്കി, പക്ഷേ കിട്ടിയില്ലായിരുന്നു. അപ്പം അവർ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇനി അന്ന് വന്ന് മേടിക്കാമെന്ന് വെച്ചു. ഇവിടെ വില പട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വളങ്ങളൊക്കെ ഉണ്ട്, ജൈവ വളങ്ങളും രാസവളങ്ങളും എല്ലാ വളങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഈ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതെല്ലാം കിട്ടും കേട്ടോ. അതിൻ്റെ എല്ലാം റേറ്റ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ പച്ചക്കറി തൈകളും അതുപോലെ പച്ചക്കറി വിത്തുകളൊക്കെ 10 രൂപ നിരക്കിലാണ്. അപ്പം പയറിൻ്റെയൊക്കെ വിത്തുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തൈകൾ അവൈലബിൾ അല്ലാത്തതിൻ്റെയൊക്കെ വിത്തുകളും കൂടെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓരോ സെക്ഷനായിട്ടാണ് ഇവിടുത്തെ ഓഫീസൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം മുകളിലോട്ടൊക്കെയാണ് ഓഫീസ് ഇറക്കിയിരിക്കുന്നത്. അവിടെയും സെയിലുണ്ട് കേട്ടോ. അവിടെയും ഒരു സെയിൽസ് യൂണിറ്റ് ഉണ്ട്. അവിടെ കുറച്ച് ചെടികളും മറ്റേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ടാണ് ഇവർ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പോലെ ചെടികളൊക്കെ വെട്ടി നിർത്തി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ ഏരിയയിലും ഓരോന്നിൻ്റെ ഓരോ ഐറ്റങ്ങളിങ്ങനെ അവരിങ്ങനെ കൃഷി ചെയ്ത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. പിന്നെ തെങ്ങും തൈ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. നമുക്ക് തെങ്ങും തൈ വേണമായിരുന്നു, പക്ഷെ അതും കിട്ടിയില്ല. പല കളറിലുള്ള ബൊഗൈൻവില്ലാസും ഒക്കെ നട്ടിട്ടുണ്ട്. തെറ്റിയുടെ തൈയൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ചെടികളൊക്കെ തന്നെ വെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കാരണം ഇത് മുകളിലത്തുള്ള സെയിൽസ് യൂണിറ്റാണ്. അവിടെ കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ. ചെടികളൊക്കെ 50 രൂപ നിരക്കായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ അവർ റെഡിയാക്കി വെച്ചത്. പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെയും പച്ചക്കറിയുടെ വിത്തുകളൊക്കെ തൈകളൊക്കെ ഉണ്ട്. വെള്ളരിയുടെയും ചുരക്കയുടെയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ഉണ്ടായിരിക്കും, തൈകളൊക്കെ വളരെ കുറവാട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ വരാറുണ്ട്. വരുമ്പം ചില ദിവസങ്ങളിലൊക്കെ ഒത്തിരിയും തൈകളൊക്കെ ഇവിടെ കിട്ടും. ഇത് കണ്ടോ, ഒരു നാരങ്ങ നിറച്ചിങ്ങനെ നാരങ്ങ പിടിച്ച് കിടക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഫ്രഷ് നാരങ്ങ. പക്ഷേ ഇതൊന്നും നമുക്ക് പറിച്ചൊന്നും എടുക്കരുത്. അത് അവർ ഇങ്ങനെ നട്ട് വളർത്തിയിരിക്കുകയാണേ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ആയിരുന്നു കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലൊന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.